എല്ലാവരുടെയും ഈദൊക്കെ ഇവിടം വരെ നമ്മളിതാ ഈദിൻ്റെ ഒരുക്കത്തിൽ തന്നെയാണ്. വൈകുന്നേരം ആയപ്പോൾ സാലമാക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനം വാങ്ങിക്കി ഇറങ്ങാൻ നിന്നപ്പോൾ ഇതാ ഇന്നും മഴ ചതിച്ചിട്ടുണ്ട്. മഴ ഇത്തിരി തോന്നുന്ന സമയത്ത് ഇതാ വള്ളം തുഴഞ്ഞൊക്കെ നമ്മൾ പോകുന്നത് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ എന്തായാലും പോകുന്ന വഴിക്ക് പള്ളിയിൽ ബീഫിൻ്റെ ആവശ്യത്തിന് വേണ്ടി കയറണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫാൻസിയിലോട്ട് വന്നിട്ടുണ്ട്. ഫാൻസി വന്നപ്പോഴും അവൾക്ക് അല്ലറ ചില്ലറ സാധനം തന്നെയാണ് അത്യാവശ്യം കേട്ടോ. എന്തായാലും അവളെ സമാധാനത്തിന് അതൊക്കെ നമ്മളൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് എന്നത്തെയും പോലെ തന്നെ അവൾക്ക് 2 സ്റ്റിക്കർ വാങ്ങിച്ചു കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അവൾ ഹാപ്പിയാവും. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഈ കാണുന്നതൊന്നും പാർട്ടി പരിപാടിയാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കല്ലേ. നാളത്തെ ഈദിനുള്ള പൊറോട്ടയുടെയാണ് ഇന്ന് നടക്കുന്നത്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അത് കഴിഞ്ഞ് നേരെ നോമ്പ് കുറിക്കാൻ കടി വാങ്ങാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളെന്താ രാത്രിയിൽ പെരുന്നാളിൻ്റെ നാളത്തേക്കുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും നമ്മുടെ സാലമാടെ കണ്ണ് ഐസ്ക്രീം കൂട്ടിലായിരുന്നേ. പിന്നെ വീട്ടിൽ വന്നപ്പം നാളത്തെ ജോലി ഒതുക്കാൻ വേണ്ടി കുറച്ച് സവാളയും ഉള്ളിയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ ഒതുക്കി വെച്ചാൽ തന്നെ രാവിലെ നമുക്ക് വളരെ ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ മക്കളുടെ പിറകെ ഓടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ താണ്ടെ എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്ത് സമാധാനമാണല്ലേ. അതിനുള്ള തത്രപ്പാടിലാണ് ഞങ്ങളെല്ലാവരും കൂടെ. അതിനുശേഷം വേറൊരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മൈലാഞ്ചിടിയിൽ നമ്മുടെ മക്കളെ ഹാപ്പി ആക്കേണ്ടത് നമ്മുടെ കടമയില്ലേ. എനിക്ക് അത്ര വലിയ രീതിയിൽ ഇടാനൊന്നും അറിഞ്ഞുവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുത്താൽ അവർ ഹാപ്പി. അതുകൊണ്ട് തന്നെ ഞാൻ അറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും മൈലാഞ്ചിയൊക്കെ ഇടാറ്. അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഓർക്കാറ് പോലും ഇല്ലല്ലോ. അങ്ങനെ എന്തായാലും ഞാൻ എന്താ ഇടുന്നതെന്ന് നമ്മുടെ ദുവാമോള അന്തമിട്ട് എൻ്റെ മുഖത്തോണ്ട് നോക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ ബൈ. ഈദ് മുബാറക്.